നിങ്ങൾ മുഴുവനും വാദിൽ ലഫീഹിൽ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ജലാലിയത്തുമായി ഒരു മേഘം പോലെയുള്ളത് മിഥലൽ ഗമാം, ഒരു മേഘം പോലെയുള്ളത് താഴേക്ക് ഇറങ്ങി വരും. അവരൊക്കെ നോക്കി നിൽക്കും. ആലോചിച്ച് നോക്കൂ, ഒരു എംപ്റ്റി സ്ക്രീൻ മുമ്പിൽ നിൽക്കാൻ. അള്ളാഹു ജല്ല ജലാലുവിനെ കാണാൻ പോകുന്നൊരു നേരം മുഅ്മിനീങ്ങൾ മുഴുവനും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ ഫയുഅ്താ ബിൻ നജായിബ്, വളരെ മുന്തിയ തരം കുതിരകൾ അവിടെ കൊണ്ടുവരപ്പെടും. ലഹ അജ്നിഹ, അതിന് ചിറകുകളുണ്ടായിരിക്കും. മുഅ്മിനീങ്ങളൊക്കെ സ്വർഗത്തിൻ്റെ അവരവരുടെ ലോകങ്ങളിൽ വിഹരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ ആയിരക്കണക്കിന് കുതിരകൾ അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യും. അവരെ ആ കുതിരപ്പുറത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ്. അവർക്കൊന്നും മനസ്സിലാവില്ല എങ്ങോട്ടാണ്. എല്ലാവരോടും പറയും, എല്ലാവരും അവനവൻ്റെ വാഹനത്തിൽ കയറിക്കോളൂ. എല്ലാവരും കയറാൻ തുടങ്ങും. ഓരോരുത്തർക്കും അറിയാം അവനവൻ്റെതേതാ. അവിടെ ആരും തിക്കും തിരക്കും കൂടൂല എന്നാണ്. ഒരു സ്വർഗവാസിയും മറ്റൊരാളുടെ വീട്ടിൽ പോയി കയറൂല എന്നാണ്. സ്വർഗവാസി അലമു ബിദാരിഹി മിൻ അഹദിക്കും ബിദാരി. നിങ്ങൾ ഓരോരുത്തരും സ്വന്തം വീട്ടിൽ, സ്വന്തം നാട്ടിൽ അവനവൻ്റെ വീട്, അത് വാടക താമസിക്കുകയാണെങ്കിലും സ്വന്തം വീടാണെങ്കിലും സ്വന്തം വീട്ടിലേക്ക് വഴി ആരോട് ചോദിക്കൂലല്ലോ നാട്ടിലെത്തിയ പിന്നെ. അത് പിന്നെ അങ്ങ് കള്ളുടിയന്മാർ കള്ളുടിച്ചെത്തണല്ലേ വീട്ടിലേക്ക്. എന്താ കഥ? ഒരു ബാക്ക് ഇൻ ദെയർ മൈൻഡ് ദേ നോ ദേ ഹൗസ്. അതിന് വേറെ ഒരു പിന്നൊരാൾ കൈപിടിക്കേണ്ട ആവശ്യമില്ല. വേറെ വീട്ടിൽ പോയി അതിൽ മുട്ടൊന്നും ചെയ്യൂല. അവർ സ്വന്തം വീട്ടിൽ തന്നെ എത്തും. ദുന്യാവിലൊരു മനുഷ്യൻ അവൻ്റെ വീട് തിരിച്ചറിയുന്ന പോലെ വിചാരണ കഴിഞ്ഞ് സ്വർഗലോകത്തേക്കാണ് എത്തിക്കഴിഞ്ഞാൽ ഓരോ മുഅ്മിനും അവനവൻ്റെ വീട് അവരറിയുമെന്നും അവിടെ ചെന്നേ അവർ കയറുകയുള്ളൂ എന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബസ്സിൽ സീറ്റ് പിടിക്കണ പോലെ ടവറിട്ട് പോകേണ്ട ആവശ്യമൊന്നും അവിടെ ഇല്ല. അതൊക്കെ എല്ലാവർക്കും ബോധ്യപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. അതിൻ്റെ ഡയറക്ഷൻസ് ബൈ ഡിഫോൾട്ട് അള്ളാഹു ഖൽബിൽ കൊടുക്കുന്നതാണ്. ഈ മുന്തിയ തര വാഹനങ്ങളിൽ എല്ലാവരും കയറുകയാണ്. അവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യും. നമ്മൾ, അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ, നമ്മൾ സ്വർഗവാസികളാണെങ്കിൽ ഇൻഷാ അള്ളാഹ് ഭൂമിയിൽ നിന്ന് ഇവിടുന്ന് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നവരാണ് സ്വർഗലോകത്തേക്ക്. ഇവിടുന്ന് പോകും. അത് ഏത് വാഹനത്തിലാണ്, എങ്ങനെയാണ് കൊണ്ടുപോവുക നമുക്കറിയില്ല. നരകം അള്ളാഹു സംവിധാനിക്കുന്നത് ഭൂമി പോലെയുള്ളൊരു ഗ്രഹത്തിലാണെന്നാണ്. അത് ഭൂമി തന്നെയാണോ അറിയില്ല. സ്വർഗം ഫൗഖസ് സബ്അ സമാവാത്ത്, 7 ആകാശങ്ങൾക്കപ്പുറത്താണ്. അവിടേക്ക് മുഅ്മിനീങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ അവിടെ നിന്നും വീണ്ടും കൊണ്ടുപോകുന്ന യാത്രയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ ലിഖാഇനെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്ത ഒരു ഹദീഥാണത്. അങ്ങനെ മലക്കുകൾ പറയും, അള്ളാഹു നിങ്ങൾക്കൊരു പ്രതിഫലം നൽകണമെന്ന് അള്ളാഹുവിന് ആഗ്രഹമുണ്ട്. അപ്പോൾ വാഹനം കയറുന്നതിന് മുമ്പായി പറയുന്നത്. അപ്പോൾ അവർ പറയും, അലം യുദ്ഖിൽനൽ ജന്ന, അള്ളാഹു ഞങ്ങൾക്ക് സ്വർഗം തന്നില്ലയോ? ഇനിയിപ്പോൾ എന്താണ് ഇനി വേണ്ടത്? ഇത് പോരെ? എന്നാലും അള്ളാഹു നിങ്ങൾക്ക് വേറെ കുറച്ച് കൂടുതൽ പ്രതിഫലം തരണമെന്ന് അള്ളാഹുവിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എല്ലാവരും കയറിക്കോളൂ എന്ന് പറയും. എന്നിട്ട് ആ ചിറകുകളുള്ള കുതിരക്ക് മീതെ, കുതിരക്ക് എങ്ങനെ ചിറകിൻ്റെ ബോഡി അതിനെ താങ്ങും, അതൊന്നും അവിടെ ചിന്തിക്കേണ്ട കാര്യമില്ല. അത് മറ്റൊരു ലോകമാണ്. അങ്ങനെ അവരെ കൊണ്ടുപോകും വാജി അൽ അഫിയഹ് എന്ന് പറയുന്ന ഒരു വിശാലമായ മനോഹരമായൊരു താഴ്വരയിലേക്ക്. അത് ഭൂമിയല്ല, സ്വർഗത്തിൽ നിന്നും അവരെ കൊണ്ടുപോകുന്ന ഒരു ഇടമാണിത്, വാദി അൽ അഫിയഹ്. അവിടെ എത്തുമ്പോൾ കോടിക്കണക്കിന് കസേരകൾ നിരന്ന് കിടക്കുകയാണ്. വലിയൊരു ആംഫി തിയേറ്റർ എന്ന് സങ്കല്പിച്ച് നോക്കും. ഫീഹ കറാസിയു മിൻ നൂർ, പ്രകാശത്തിൻ്റെ കസേരകൾ അവിടെയുണ്ട്. പ്രകാശം, അതിപ്പോൾ ഒരു സോളിഡായ സംഭവം അല്ലല്ലോ. എങ്ങനെയാണ് ഇരിക്കുക? ഒന്നും ചിന്തിക്കേണ്ട, ഇരിക്കാൻ പറ്റും. പ്രകാശത്തിൻ്റേത്, ക്രിസ്റ്റലിൻ്റേത്, സ്വർണത്തിൻ്റേത്, വെള്ളിയുടേത്, ഇതൊക്കെ ആദ്യം പ്രകാശം, അത് കഴിഞ്ഞ് മുത്തുകളും പവിഴങ്ങളും, അത് കഴിഞ്ഞ് സ്വർണം, അത് കഴിഞ്ഞ് വെള്ളിയുടേത്, അത് കഴിഞ്ഞ് പിന്നെ ഖുസ്ബാനുൽ മിസ്ക്, കസ്തൂരിയുടെ കുന്നിൻ പുറങ്ങളാണ്. ഒരു
മൊട്ടക്കുന്നുകൾ ഇങ്ങനെ സങ്കല്പിക്കുക, അത് തൊട്ടു നോക്കിയാൽ കസ്തൂരിയാണ്. മിസ്ക്, അറബിയിൽ മിസ്ക് എന്ന് പറയും, ഇംഗ്ലീഷിൽ മസ്ക് എന്ന് പറയും, കസ്തൂരി എന്ന് നമ്മൾ പറയുന്ന സാധനം. ഭയങ്കരമായ സുഗന്ധം. VIP-കൾ മുഴുവനും പ്രകാശത്തിൻ്റെ കസേരയിൽ ഇരുത്തും. VVIP-കൾ, പിന്നെ VIP-കൾ, പിന്നെ IP-കൾ, ഇമ്പോർട്ടൻ്റ് പേഴ്സൺ. അങ്ങനെ അവരിൽ ഏറ്റവും താഴെക്കിടയിലുള്ളവർ, അത് പറയുമ്പോൾ ഹദീസ് പണ്ഡിതന്മാർ പറയാ വഅന്ന ഫീഹിം, അവരിൽ എങ്ങനെയാണ് ഈ താഴെ കിടക്കുന്നവരെന്ന് പറയാൻ പറ്റൂലല്ലോ. അവരൊക്കെ അള്ളാഹുവിനെ കാണാൻ അവസരം നൽകപ്പെടുന്ന ആളുകളാണ്. അപ്പൊ അതിൽ പിന്നെ ലോ ക്ലാസ് എന്ന് പറയാനില്ല, അവരൊക്കെ VIP-കളാണ്. പക്ഷെ എന്നാലും അമ്പിയാക്കളും ഔലിയാക്കളും ശുഹദാക്കളും സിദ്ദീഖീങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് അവരങ്ങനെ പറയാം. അതിലെ സാധാരണക്കാർ ഈ കസ്തൂരിയുടെ കുന്നിൻ പുറങ്ങളിൽ മുഴുവൻ ഇരിക്കാൻ പറയും. അവർക്കറിയില്ല എന്താ സംഭവിക്കാൻ പോകുന്നത്. ഫയഅതീഹിം റബ്ബുഹും ഫീ ഗമാമ, മേഘം എന്ന് തോന്നുന്ന ഒരു സാധനം ഇങ്ങനെ ആകാശത്ത് നിന്ന് താഴെ ഇറങ്ങി വരുന്നു. അവർക്കറിയുന്നില്ല എന്താണ് ഈ നടക്കാൻ പോകുന്നത് എന്ന്. അങ്ങനെ അവരൊരു ശബ്ദം കേൾക്കുകയാണ്, ഇന്നനി അനല്ലാഹ്. മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞ അതേ വാക്ക് വാദിൽ ലഫീഹിൽ ആവർത്തിക്കും, ഇന്നനി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്. വിചാരണയുടെ സമയത്ത് മുഅ്മിനും മുഅ്മിനല്ലാത്തവനും അള്ളാഹുവിനെ കാണാനുള്ള അവസരം ഉണ്ടാവുന്നതാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ നൂറാനിയത്തും അള്ളാഹുവിൻ്റെ ഹുസ്നും ജമാലും ആസ്വദിക്കാൻ അവിടെ കഴിയൂല. അത് സാധ്യമാകുക സ്വർഗത്തിലാണ്. ഇവൊരു വെറുതെ ഉദാഹരണം, വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹുവിൻ്റെ വിഷയത്തിൽ ഉദാഹരണം പറഞ്ഞാൽ ഉദാഹരണം തന്നെ ശരിയാവില്ല. എന്നാൽ ഒരു ഉദാഹരണം, ഒരു ജയിൽ വാർഡനാണ് ഒരാൾ. നിങ്ങൾ അയാളെ കാണുമ്പോൾ അയാൾ ഡ്യൂട്ടിയിലാണെങ്കിൽ ഒരു കാഴ്ച വേറെയാണ്. അതേ മനുഷ്യൻ്റെ മോളെ കല്യാണത്തിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ആ മനുഷ്യനെ കാണുമ്പോൾ ആ ആളല്ലത്. ആണോ? ഒരാളുടെ ഡ്യൂട്ടിയിലുള്ള സമയത്തെ പോലെയാണോ ഒരു മനുഷ്യൻ സന്തോഷിക്കുന്ന ഒരു രംഗത്തെ ആളെ പോയി കാണുന്നത്? ഒരുപോലെയാണോ? ഉദാഹരണം പറയാം. മഹ്ശറയിൽ മുഅ്മിനീങ്ങളും അല്ലാത്തവരും അള്ളാഹുവിനെ കാണുന്നുണ്ട്. പക്ഷെ അത് ലദ്ദത്ത് തോന്നുന്ന ഒരു കാഴ്ചയല്ല, ആനന്ദം തോന്നുന്ന, അത് വിചാരണയുടെ സമയമാണ്. അള്ളാഹുവിൻ്റെ ജബറൂത്തും അള്ളാഹുവിൻ്റെ ഖഹാരിയത്തും അള്ളാഹു ഉപയോഗിക്കുന്ന സമയമാണ്. പക്ഷെ റബ്ബ് തആലയെ കണ്ട് ആസ്വദിക്കുന്നത് സ്വർഗലോകത്തെ വാദിൽ ലഫീഹിലെ കാഴ്ചയാണ്. എന്നതുപോലെ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ജലാലിയത്തും റബ്ബിൻ്റെ ജമാലിയത്തും ആസ്വദിക്കുന്ന ഒരു കാഴ്ചയാണ് ഇനി കാണാൻ പോകുന്ന കാഴ്ച. മഹ്ശറയിൽ വിചാരണക്ക് റബ്ബിനെ കാണുന്നുണ്ട്, ആ കാഴ്ച പോലെയല്ല ഇത്. ആ കാഴ്ചയിൽ തന്നെ അള്ളാഹുവിനെ കാണാൻ കൊതി വരുന്നതാണ്. അതുകൊണ്ടാണ് കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അവിശ്വാസികളെക്കുറിച്ചും ദൈവനിഷേധികളെക്കുറിച്ചും സ്വതന്ത്രവാദികളെക്കുറിച്ചും പടച്ചോൻ പറയുന്ന വാക്കതാണ്, കല്ല ഇന്നഹും അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. പിന്നവർക്ക് അള്ളാഹിനെ കാണാൻ കിട്ടൂല, പിന്നവർക്ക് അള്ളാഹുവിനെ കാണാൻ കഴിയൂല. ഇത് പറയുന്നത് ഒരു ശിക്ഷയായിട്ട് പറയുന്ന വാക്കാണ്. അള്ളാഹുവിനെ കാണണമെന്ന് കൊതിയുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. മനുഷ്യൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി ഒരു ഡിവോഴ്സ് സംഭവിച്ചാൽ ലാ സമഹല്ലാ, ഭയങ്കര വേദനയിൽ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ ആ വിവാഹം പിന്നെ തുടരാതെ മറ്റൊരു കല്യാണങ്ങൾ കഴിച്ചു, എന്നാലും നിങ്ങളുടെ കുട്ടികളുടെ ഉമ്മ അവിടെ തന്നെയാണ്, അല്ലെ കുട്ടികളുടെ വാപ്പ അതന്നെയാണ്. എന്തായാലും ഒരു പാസീവ് ബന്ധം അവിടെ ഉണ്ടാവും, ഇല്ലേ? ആ കുട്ടികളെ കാണാതെയായാൽ കണ്ടുകൊണ്ടിരുന്ന മക്കളെ കാണാൻ പറ്റുന്നില്ലല്ലോ. നാട്ടിലാണ്, നമുക്ക് ലീവില്ലാത്തതുകൊണ്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇത് കോടതിയാണ്, ഇന്ന ദിവസം ഇന്ന സമയം വരെ കാണാം, അത് കഴിഞ്ഞാൽ കുട്ടികളെ ഉമ്മ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ ബാപ്പക്ക് തോന്നുന്ന വേദന, അല്ലെങ്കിൽ ഉമ്മക്ക് തോന്നുന്ന വേദന, സ്വന്തം മക്കളെ കണ്ടിരുന്നവരെ പിന്നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോലും അതൊരു വേദനയാണ്. എന്നതുപോലെ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് റബ്ബ് തആലയുടെ ഒരു തജല്ലി അള്ളാഹു മഹ്ശറയിൽ വിചാരണ ചെയ്യുന്ന സമയം റബ്ബ് തആലയെ കണ്ടു കഴിഞ്ഞ് പിന്നീട് അവർക്ക് കാണാൻ കഴിയില്ല എന്ന് പറയുന്നത് ഒരു അദാബാണ്. ആർക്ക്? അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകൾക്ക്. അവർ ആഗ്രഹിച്ചു പോകുന്നു, കണ്ടാൽ തിരക്കേടില്ലല്ലോ, ഒന്നുകൂടെ കാണാൻ കിട്ടൂല. കല്ല ഇന്നഹും
അൻ റബ്ബിഹിം യൗമഇദിൻ ലമഹ്ജൂബൂൻ. അവർ പിന്നെ ഹിജാബിലാണ്, അവർ മറയിലാണ്, അവർക്ക് പിന്നെ അള്ളാഹിനെ കാണാൻ കിട്ടൂല. അത് അള്ളാഹു അവിശ്വാസികൾക്ക് കൊടുക്കുന്ന ശിക്ഷയെക്കുറിച്ച് പറഞ്ഞ വാക്കാണ്. അള്ളാഹിനെ കാണാതിരിക്കുക എന്നതൊരു ശിക്ഷയാണ്. അപ്പോൾ അള്ളാഹുവിനെ കാണാനുള്ള ആഗ്രഹം എത്രയായിരിക്കും അവിശ്വാസിക്ക് പോലും. പക്ഷെ അവർക്ക് കാണാൻ കഴിയില്ല. അള്ളാഹു മുഅ്മിനീങ്ങൾ മുഴുവനും വാദിൽ ലഫീഹിൽ ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ ജലാലിയത്തുമായി ഒരു മേഘം പോലെയുള്ളത്, മിഥലൽ ഗമാം, ഒരു മേഘം പോലെയുള്ളത് താഴേക്ക് ഇറങ്ങി വരും. അവരൊക്കെ നോക്കി നിൽക്കും. ആലോചിച്ച് നോക്കൂ, ഒരു എംപ്റ്റി സ്ക്രീൻ മുമ്പിൽ നിൽക്കുകയാണ്. ഇവിടെ എന്താണ് പ്രത്യക്ഷപ്പെടാൻ പോകുന്നത് അറിയില്ല. ടോട്ടൽ ബ്ലാങ്ക്നെസ്, എന്താണെന്ന് അറിയില്ല. സിനിമ കാണാൻ പോകുന്നവരില്ല. ഇപ്പോൾ ഒരു ആദ്യം അറിയാം ഇന്ന സിനിമ, ഇന്ന ഡയറക്ടർ, ഇന്ന നടന്മാരെ നടക്കുക, ഇത് ആദ്യം അടിയായിരിക്കും, പിന്നെ അവസാനം കല്യാണമായിരിക്കും, ഇത് എന്താ ഇതൊക്കെ ഒരു ആകെ ഒരു വിഹക വീക്ഷണം അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടായിട്ട് പോയിരിക്കുന്നതും എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് അറിയാതെ പോയിരിക്കുന്നതും ഒരുപോലെയല്ലല്ലോ. ഭയങ്കരമായ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. എന്തായിരിക്കും ഇവിടെ വരാൻ പോകുന്നത് അല്ലേ? അതുകൊണ്ട് സാധാരണ ഒരു ഒഴുക്കം മറ്റൊരു ഹേർഡ് മെലഡീസ് ആർ സ്വീറ്റ്സ്, അൺഹേർഡ് മെലഡീസ് ആർ സ്വീറ്റർ. കേട്ട പാട്ടുകൾക്ക് മധുരമുണ്ട്, കേൾക്കാത്ത പാട്ടുകൾ അതിമധുരമാണോ എന്ന്. ഇന്നൊരു ഒരു കഥ ഇറങ്ങാൻ പോകുന്നുണ്ട്, ഒരു പുസ്തകം ഇറങ്ങാൻ പോകുന്നുണ്ട്, ഇങ്ങനെ ഒരു ഡിവൈസ് ലോകത്ത് വരാൻ പോകുന്നുണ്ട്. അത് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് ഐഫോണിൻ്റെ പുതിയ മോഡൽ 17 ഇറങ്ങാൻ പോയ 17 വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ എവിടെ ആദ്യം ഒരു പീസ് എവിടെ കിട്ടും, എവിടെയായിരിക്കും ലോഞ്ചിങ്, എന്തൊക്കെയായിരിക്കും എൻ്റെ ഫീച്ചേഴ്സ്, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഇറങ്ങിക്കഴിഞ്ഞാലോ അത് വലിയ വ്യത്യാസമൊന്നുമില്ല. അതാണ് കേട്ട പാട്ടുകൾക്ക് മധുരം, ഓക്കെ, കേൾക്കാത്ത പാട്ട് അതിമധുരമുള്ളതാണ്. എപ്പോഴും അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ടോ എന്ന് പറഞ്ഞാൽ കുട്ടികൾ എപ്പോഴാ കഥ പറഞ്ഞുതരാ, ഇതാ കഥ എന്ന് ചോദിക്കും. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞാൽ, അപ്പോൾ കേട്ട കഥകൾക്ക് മധുരമുണ്ട്, കേൾക്കാത്തതിന്, ഇനിയും പറയപ്പെടാത്തതിന് അതിമധുരമാണ്. അത് മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ ഫീലിംഗ് അങ്ങനെയാണ്, എപ്പോഴും അങ്ങനെയാണ്. ഏതൊരു കാര്യം അങ്ങനെയാണ്. കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെ വില നഷ്ടപ്പെട്ടു പോകും, അതുവരെ ഭയങ്കര വിലയായിരിക്കും. മുഅ്മിനീങ്ങൾ കാത്തിരിക്കുന്നൊരു നേരം ആലോചിക്കുക. എന്തിനാണ് കൊണ്ടുപോകുന്നത് എന്നവർക്ക്, എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നത്, അള്ളാഹുവിനെ കാണിക്കാനാണെന്ന് അവർക്കറിയില്ല. അള്ളാഹു നിങ്ങൾക്കൊരു പ്രതിഫലം തരാൻ പോകുന്നു, നിങ്ങൾ വരണം. അങ്ങനെയാണ് വിളിയുണ്ടായത്. മലക്കുകളാണ് അവിടുത്തെ വളണ്ടിയർമാർ. നമ്മുടെ വിക്കാ വളണ്ടിയർമാരല്ല, കുപ്പായക്കെട്ട് നടക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ ഇങ്ങനെ വളണ്ടിയേഴ്സായി നടക്കുന്ന ആലോചിച്ച് നോക്കി. സ്വർഗ്ഗലോകത്ത് പ്രകാശം കൊണ്ട് പടക്കപ്പെട്ട അതിസുന്ദരന്മാരായ ആളുകൾ. അവരെ ജെൻഡർ വയ്ക്കാൻ, ആണോ പെണ്ണോ പറയാൻ പാടില്ല. മലക്കുകൾ ജെൻഡർലെസ്സാണ്. അവരുടെ നിയന്ത്രണത്തിലാണ് ആ സദസ്സ് മുഴുവൻ കിടക്കുന്നത്. എല്ലാവരും ശാന്തമായി മിണ്ടാതിരിക്കുന്ന നേരമാണ്. ആ കസേരകളുടെ നടുവിലുണ്ട് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബിൻ്റെ ഇപ്പുറത്തുണ്ട് സയ്യിദന ഇബ്രാഹിം അലൈഹിസ്സലാം, ഒരു ഭാഗത്തുണ്ട് ആദം അലൈഹിസ്സലാം, പിന്നെ ഈസാ നബിയും മൂസ നബിയും, പിന്നെ ഉലുൽ അസ്മ കഴിഞ്ഞ് ബാക്കിയുള്ള മുർസലീങ്ങളും അമ്പിയാക്കന്മാരും അങ്ങനെ നിൽക്കുകയാണ്. ഫ്രണ്ട് റോയിൽ അവരാണ്. ബാക്കിൽ നബി തങ്ങളുടെ സ്വഹാബിമാരുണ്ട്. അവരുടെ തങ്ങളുടെ നേരെ പിറകിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 4 ഖുലഫാക്കൾ, ബാക്കി സ്വഹാബി അശ്റത്തുൽ മുബശ്ശരീൻ, ബദരീങ്ങളും വഹദികളും ബാക്കി സ്വഹാബിമാരൊക്കെ, അവർക്ക് താബിഈങ്ങൾ, ശുഹദാ, സ്വാലിഹീങ്ങൾ, ഔലിയാക്കന്മാർ എല്ലാവരും അണിനിരക്കുന്നൊരു രംഗം നമ്മളങ്ങ് ആലോചിച്ച് നോക്കുക മനസ്സിൽ. ഇന്നനി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്, ഞാൻ നിങ്ങൾക്കൊരു പ്രതിഫലം തരണമെന്ന് ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ആദ്യത്തെ ചോദ്യം. ഭയങ്കരമായ എക്സൈറ്റ്മെന്റ് വന്നു. അള്ളാഹു പ്രത്യക്ഷപ്പെടാൻ പോവാണ്. പ്രത്യക്ഷപ്പെടുകയാണ് എന്നവർക്ക് അറിയുന്നില്ല. ആദ്യത്തെ ദർശനമാണിത്. ഞാൻ അള്ളാഹുവാണ് എന്ന റബ്ബ് പരിചയപ്പെടുത്തും. ഇന്നനി അനല്ലാഹ്, നിങ്ങൾക്ക് എന്താണ് ഞാൻ പ്രതിഫലമായി തരേണ്ടത്? എല്ലാവരും ചർച്ച ചെയ്യും, എന്താ വേണ്ടത്, എന്താ വേണ്ടത്, എന്താ. ഫയത്തഫിഖൂൻ അലാ ഖൗലിൻ വാഹിദ്. അങ്ങനെ അതിൽ VIP-കളായ ആളുകൾ ചർച്ച ചെയ്ത് ഒരഭിപ്രായം അവർ ഏകോപിച്ച് അള്ളാഹുവിനോട് പറയും, അള്ളാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗം തന്നില്ലയോ? അതിൽ കൂടുതൽ ഞങ്ങൾ എന്താണ് നീ നിന്നോട് ചോദിക്കുക എന്ന് പറയും. അള്ളാഹുവിൻ്റെ മറുപടി, അതെ, നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകിയിട്ടുണ്ട്, എന്താണ് അതിലേറെ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിക്കൂ. അപ്പോഴവരെല്ലാവരും എന്താ വേണ്ടത്, എന്താ വേണ്ടത് ചർച്ചയായി.
അങ്ങനെ ഫയത്തഫിഖൂൻ, എല്ലാവരും ഒരുമിച്ചൊരു മറുപടി പറയും. അങ്ങനെ പറയാം, എല്ലാവരും ഒരുമിച്ചൊരു മറുപടി പറയും. കുറേ ആൾക്കാർ ഒച്ചപ്പാടുണ്ടാക്കാൻ പാടില്ല എന്ന്, അതൊരു സദസ്സിൻ്റെ അദബാണ്. എപ്പോഴും ഒരാൾ കൈപൊക്കുക, അല്ലെങ്കിൽ ഉത്തരമുള്ളവർ കൈപൊക്കുക, എന്നിട്ട് അതിൽ ഉസ്താദ് തിരഞ്ഞെടുക്കുന്ന ഒരു ഉത്തരം പറയാം, അല്ലെങ്കിൽ അധ്യാപകൻ തിരഞ്ഞെടുക്കുന്ന ഉത്തരം പറയാം. അങ്ങനെ ഒരു ക്ലാസ് റൂം ഉണ്ടാവാൻ പാടുള്ളൂ. എല്ലാ ഉസ്താദേ ടീച്ചറേ എന്ന് പറയാൻ പാടില്ല എന്ന്. എല്ലാവരും ശാന്തമായിരുന്ന് അവനവൻ്റെ ഉത്തരം പറയാൻ അവസരം കിട്ടിയാൽ പറയുന്നവരെ വെയിറ്റ് ചെയ്യണമെന്നാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് മറുപടി പറയുമ്പോൾ യത്തഫിഖൂന അലാ ഖൗലിൻ വാഹിദിൻ, എല്ലാവരും കൂടി ഒരു ഉത്തരം പറയും. അവർ പറയും, അള്ളാഹുവേ സ്വർഗം തന്നു, ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് അല്ലാഹുമ്മ റള അന്ന, നീ ഞങ്ങളെയൊക്കെ ഒന്ന് പൊരുത്തപ്പെടണം. അതൊരു വിഷയമാണ്. നമുക്ക് ഒരാളൊരു ഗിഫ്റ്റ് തരുന്നതും ആൾ വീട്ടിലേക്ക് വിളിക്കുന്നതും, അതോടൊപ്പം അല്ലെങ്കിൽ നമ്മൾ ഒരാളുടെ വീട്ടിലേക്ക് ചെന്നു, അവർ നമുക്ക് ഭക്ഷണമൊക്കെ തന്നു, പക്ഷേ മനസ്സുകൊണ്ട് അവർ നമ്മളെ പൊരുത്തപ്പെടുക എന്ന് പറയുന്നത് അതൊരു വേറെ വിഷയമാണ്. അതിലിപ്പോൾ ഇതുകൊണ്ടൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല. അള്ളാഹു നീ സ്വർഗം തന്നു ശരിയാണ്, പക്ഷേ ഞങ്ങളെ നീ പൊരുത്തപ്പെടണം റബ്ബേ. ഇപ്പം ഭയങ്കര കുരുത്തക്കേടുള്ള കുട്ടിയാണെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്കുണ്ടെങ്കിൽ ടീച്ചർ ജയിപ്പിച്ചല്ലേ പറ്റൂ. പൊരുത്തൊന്നും കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷെ മാർക്ക് കിട്ടിയാൽ ജയിക്കേണ്ടി വരും. കുട്ടനെ ജയിപ്പിക്കേണ്ടി വരും. ജയിക്കും എന്ന് വിചാരിച്ച് ആ പഠിപ്പിച്ച അധ്യാപകനോ അധ്യാപികക്കോ അവരെ പൂർണ്ണമായും തൃപ്തിയാണ്, പൊരുത്തമാണ്, അങ്ങനെയൊന്നും അതിനർത്ഥമില്ലല്ലോ. ഇല്ല, പൊരുത്തപ്പെടണേ എന്നത് വേറൊരു സംഭവമാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി വേണമെന്നത് മറ്റൊന്ന് റബ്ബിനോട് ചോദിച്ചു വാങ്ങേണ്ടതാണ്. അതാണ് സ്വഹാബികൾക്ക് അള്ളാഹു വാരിക്കോരി കൊടുത്തത്. റളിയല്ലാഹു അൻഹും വറളൂ അൻ, അള്ളാഹു അവരെ തൃപ്തിപ്പെട്ടു, അവർക്ക് അള്ളാഹുവിനെയും തൃപ്തിയാണ്. അതുകൊണ്ടാണ് സ്വഹാബിൻ്റെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു എന്ന് പറയൽ നിർബന്ധമായത്. അല്ലാഹ് തൃപ്തിപ്പെട്ട ആളുകളാണ്. അല്ലാഹുമ്മ റള അന്ന, പടച്ചവനെ ഞങ്ങളെ നീ തൃപ്തിപ്പെടണമേ. അള്ളാഹുവിൻ്റെ മറുപടി വരും, നിങ്ങളോട് എനിക്ക് തൃപ്തിയാണ്. തൃപ്തിയായതുകൊണ്ടാണല്ലോ ഈ ദാറുൽ മുഖാമയിലേക്ക് നിങ്ങളെ ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. വേറെന്താ വേണ്ടത് എന്ന് ചോദിക്കും. അപ്പം എല്ലാവരും മൂന്നാമത്തെ ചർച്ച, എന്താ വേണ്ടത്, ഇനി എന്താ ചോദിക്കുകയും പറയും, എന്താ വേണ്ടത്. അങ്ങനെ അമ്പിയാക്കന്മാർ അവിടുത്തെ മുഷാവർ അവരാണ്. അവർ മശ്വറ ചെയ്തുകൊണ്ട് റബ്ബിനോട്, അതെല്ലാവർക്കും യോജിക്കുന്ന ഒരു അഭിപ്രായം തന്നെ, എന്നാൽ നമുക്കൊരു കാര്യം ചോദിക്കാം, അല്ലാഹുമ്മ അരിനാ നൻദുർ ഇലൈക, നിന്നെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരുമോ, ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. അവിടെയാണ് ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ, ലില്ലദീന അഹ്സനു, ഇഹ്സാൻ ചെയ്തവർക്കുണ്ട് എന്തുണ്ട്? അൽ ഹുസ്ന, സ്വർഗമുണ്ട്. അഹ്സനുൽ ഹുസ്ന എന്നല്ല, നന്മ ചെയ്തവർ എന്ന വാക്കല്ലത്. അഹ്സനു എന്ന് പറഞ്ഞാൽ തന്നെ നന്മ ചെയ്തവർ, ഇഹ്സാൻ ചെയ്തവർ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ? അള്ളാഹുവിനെ കാണുന്ന പോലെ ആരാധിച്ചവർ. അൻ തഅബ്ദുല്ലാഹ കഅന്നക തറാഹു വഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. എന്താണ് നബിയെ ഇഹ്സാൻ എന്ന് ചോദിച്ചു ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട്. ഹദീസ് ഓർമ്മയുണ്ടല്ലോ. അപ്പം എന്താ മറുപടി കൊടുത്തത്? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, നീ റബ്ബിനെ കാണുകയാണ് നിന്റെ കണ്ണുകൊണ്ട്. അവൻ്റെ മുമ്പിൽ നീ കാണുന്നുണ്ട് അള്ളാഹുവിനെ. നീ കാണുന്നില്ലെങ്കിലും അള്ളാഹു നിന്നെ കാണുന്നുണ്ട്. അതിനാണ് ഇഹ്സാൻ എന്ന് പറയാം. ഇനി ആയത്തിലേക്ക് നോക്കൂ, ലില്ലദീന അഹ്സനു. ഭൂമിയിൽ അള്ളാഹുവിനെ വെച്ച് കാണാൻ വകുപ്പില്ലായിരുന്നു. നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്നൊരു കപ്പാസിറ്റി ഉണ്ട്, അതിനപ്പുറമുള്ള വെളിച്ചം കാണാൻ കഴിയില്ല. വീട്ടിലൊക്കെ തന്നെ ഉറക്കത്തിനിക്കുമ്പോൾ വലിയ ട്യൂബിലൈറ്റ് ഇട്ടാൽ കണ്ണങ്ങ് ഇതായി പോവും, കാണാൻ കഴിയില്ല അല്ലേ? ഇരുട്ടുന്ന വെളിച്ചത്തിലേക്ക് വരും ഭയങ്കരമായ വെളിച്ചം, മെല്ലെ മെല്ലെ മെല്ലേ പറ്റുള്ളൂ. മനുഷ്യന്റെ കണ്ണിന് താങ്ങാൻ കഴിയില്ല. ദുനിയാവിൽ അള്ളാഹുവിനെ കാണാൻ നമുക്ക് സാധ്യമല്ല. എന്നിട്ടും അള്ളാഹുവിനെ കാണുന്ന പോലെ നിസ്കാരം നിർവഹിച്ചു, ഇബാദത്ത് നിർവഹിച്ചു, സദഖ കൊടുത്തു, റബ്ബ് കാണുകയാണ് എന്ന ബോധത്തോടുകൂടെ അങ്ങനത്തെവർക്ക് എന്തുണ്ട്? അൽ ഹുസ്ന, ഹുസ്നയുണ്ട്, സ്വർഗമുണ്ട്. വ സിയാദ, കുറച്ച് ഏറെയുമുണ്ട്. ആ ഏറെ എന്ന് പറഞ്ഞതിന് എന്താ മുഫസ്സിരീങ്ങൾ കൊടുത്ത അർത്ഥം എന്നറിയോ? മഹാനായ അല്ലാമ സുഹാബിയുൽ ജലീൽ, നബി തങ്ങളുടെ സുഹാബിയും അവിടുത്തെ ഇബ്നു അമ്മുമായ തങ്ങളായിരുന്ന മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അതിന് കൊടുത്ത മഅന എന്താ? റുഇയത്തുല്ലാഹ്, അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും.
ദുന്യാവിൽ അള്ളാഹ് കാണുന്നുണ്ട് എന്ന പോലെ നിസ്കരിച്ചവർ, ഇബാദത്ത് ചെയ്തവർക്ക് നാളെ അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവും. അപ്പം അവർ ചോദിച്ചു, അള്ളാഹുവെ ഞങ്ങൾക്ക് നീ കാണിച്ചു തരാം. അപ്പോഴേക്കും അവിടെ വിശുദ്ധ ഖുർആന്റെ ഈ വരി അവിടെ പാരായണം ചെയ്യപ്പെടും, ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. അങ്ങനെ മുഅ്മിനീങ്ങൾ ആകാംക്ഷാഭരിതരായി അള്ളാഹുവിൻ്റെ ജലാലിയത്തിൻ്റെ ആ ഒരു പരിശുദ്ധമായ വജ്ഹ് കാണാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വജ്ഹിൻ്റെ മുമ്പിൽ കിടക്കുന്ന കോടിക്കണക്കിന്, അങ്ങനെ പറയാം, കോടിക്കണക്കിന് പ്രകാശത്തിൻ്റെ കർട്ടനുണ്ട്. ഓരോന്നോരോന്ന് നീങ്ങി 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 അവസാനം അവർ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ മുഖം കണ്ട് കാണുമ്പോൾ മുഴുവൻ ആളുകളും സുജൂദിലേക്ക് വീഴുന്നതാണ്. അത് വല്ലാത്തൊരു രംഗമാണ്. സുജൂദിൽ വീണുകൊണ്ട് സന്തോഷം കൊണ്ടവര് സുബ്ഹാനക യാ റബ്ബ്, അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞങ്ങൾ വാഴ്ത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ സുജൂദിൽ വീണുകൊണ്ട് അള്ളാഹുവിൻ്റെ ഈ ദർശനം മുഅ്മിനീങ്ങൾക്ക് റബ്ബ് സാധ്യമാക്കി കൊടുക്കും. അവിടെ ശബ്ദം കേൾക്കും, കാണാനും കഴിയും. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് തരട്ടെ. അത് കഴിഞ്ഞ് അള്ളാഹു അപ്രത്യക്ഷനാവുകയാണ്. പിന്നീട് ഓരോരുത്തരും അവരവരുടെ സ്വർഗത്തിലെ വീടുകളിലേക്ക്, നാടുകളിലേക്ക് കടന്നു പോകുന്നു. അവരിൽ ചില ആളുകൾക്ക് മൻ യറാ റബ്ബഹു മർറതൻ ഫിസ്സന, വർഷത്തിലൊരിക്കൽ മാത്രം അള്ളാഹിനെ കാണാൻ പറ്റുന്നവർ സ്വർഗവാസികളിലുണ്ട്. ഒരു ദിവസം 2 തവണ കാണാൻ പറ്റുന്നവരും സ്വർഗവാസികളുണ്ട്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പ് ഒന്ന് മനസ്സിലാക്കി നോക്കൂ. എല്ലീൻ എന്ന് പറഞ്ഞ സ്വർഗത്തിൻ്റെ ഒരു ഉന്നതമായ ജന്നത്തുൽ ഫിർദൗസിലെ ഒരു VIP ലോഞ്ച് ഉണ്ട്, അതാണ് എല്ലീൻ. അവിടെയുള്ള ആളുകൾക്ക് എന്നും അള്ളാഹുവിനെ കാണാൻ കഴിയുന്ന. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്നാണ്, ആ കാഴ്ചയിലേക്കുള്ള. അതുകൊണ്ട് മനുഷ്യന് കാഴ്ച കാണുക, അത് ഇഷ്ടപ്പെട്ട കൂട്ടുകാരാണെങ്കിലോ കൂട്ടുകാരികളാണെങ്കിലോ ഇഷ്ടപ്പെട്ട സാധനങ്ങളാണെങ്കിലോ മനുഷ്യന് കാണണം എന്നൊരാഗ്രഹം മനുഷ്യൻ്റെ മനസ്സിൽ, അത് വല്ലാത്തൊരു വികാരമാണ് മനുഷ്യ മനസ്സിലെ. ഇതിൻ്റെ ഏറ്റവും വലിയ കൾമിനേഷൻ, അതിൻ്റെ പീക്ക് എന്ന് പറയുന്നത് അള്ളാഹുവിനെ കാണലാണ്. ആ ഒരു അവസ്ഥയിലേക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നനി അനല്ലാഹ്. സീനാ പർവ്വതത്തിൽ അള്ളാഹു മൂസ നബിയോട് പറഞ്ഞ ഈ വാക്ക് ആവർത്തിക്കപ്പെടുന്നൊരു നേരമാണത്. ഇന്നനി അനല്ലാഹ്, ഞാൻ അല്ലാഹ്.